ഏതാനും മണിക്കൂറുകൾക്കകം ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠം അതിപ്രധാനമായ ഒരു മനുഷ്യാവകാശ പ്രശ്നത്തിന്മേലുള്ള നിലപാടുകൾ തേടുകയാണ്. അതിൽ കേരള ഗവൺമെൻറ് വരുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട മനുഷ്യാവകാശ ചോദ്യങ്ങളാണ് കോടതി ഉയർത്തുന്നത്. അതിൽ ഒന്ന് മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനം ജനറൽ. രണ്ടാമതായിട്ട് അന്യമതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനം, അതിപ്പോൾ അനുവദിക്കുന്നില്ല. മൂന്നാമത് ഷിയ മുസ്ലിങ്ങളിലെ തന്നെ പ്രത്യേക ഒരു വിഭാഗമായിട്ടുള്ള ബോറ വിഭാഗത്തിലെ പെൺകുട്ടികളിലെ ചേലാകർമ്മം. ഈ ചേലാകർമ്മം എന്ന് പറയുന്നത് സുന്നത്തിന് സമാനമായ പ്രക്രിയ. അത് സ്ത്രീകളിൽ നടത്തുന്നതാണ്, പെൺകുട്ടികളിൽ നടത്തുന്നതാണ്. ഇവയിലെ പൊതു നിയമ പ്രശ്നങ്ങൾ, അതിലെന്ത് നിലപാടാണ് നമ്മുടെ ഭരണഘടനയനുസരിച്ച് എടുക്കേണ്ടതെന്നുള്ളതിലുള്ള നിലപാടുകൾ കേരള ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും ഒരു ബിഗ് ക്വസ്റ്റ്യനായിട്ട് ഈ അവർ ഓഫ് റെക്കണിങ്ങിൽ നിൽക്കുകയാണ്. എങ്ങനെയൊക്കെയായിരിക്കും കാര്യങ്ങളുടെ ഒരു നീക്കുപോക്ക്? ഇതിനകത്തിപ്പം ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് നാളത്തെ സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ വിധി നാളെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. നാളത്തെ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായാൽ അല്ലെങ്കിൽ അടുക്കൽ തന്നെ ഉണ്ടാകും, അതൊരു വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ നേരത്തെ CPM കൊടുത്തിരുന്ന സത്യവാങ്മൂലം സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് എതിരല്ല, അത് അനുവദിക്കണം എന്നുള്ള രീതിയിലാണ് സത്യവാങ്മൂലം കൊടുത്തിരുന്നത്. അതേ നിലപാടുമായിട്ടായിരുന്നു സുപ്രീം കോടതി വിധി വന്നപ്പോൾ സ്ത്രീകളെ നിർബന്ധിച്ച് ശബരിമലയിൽ കയറ്റുകയും ആ കയറ്റിയത് ഞങ്ങളാണെന്ന് ഉറക്കെ പറയുകയും ചെയ്ത ഒരു രാഷ്ട്രീയമായിരുന്നു CPM. ആ രാഷ്ട്രീയത്തിനകത്ത് CPMന് കൈപൊള്ളിയതിൻ്റെ അടിസ്ഥാനത്തിൽ CPMന് തിരിച്ചറിവുണ്ടായി. CPMന് പെട്ടെന്ന് തിരിച്ചറിവുണ്ടാകുന്ന പാർട്ടിയല്ല. ഈ കാര്യത്തിൽ പെട്ടെന്ന് തിരിച്ചറിവുണ്ടാകുകയും വീടുകൾ തോറും കയറി ഇറങ്ങി ഞങ്ങളുടെ നിലപാടിനകത്ത് പിഴവ് പറ്റി, തെറ്റുപറ്റി, ഞങ്ങളുടെ നിലപാട് ഇവിടുത്തെ ഭക്തർക്കൊപ്പമാണ്, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയ ഭൂരിപക്ഷത്തിനൊപ്പമാണ്, അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ അമ്പലത്തിനകത്തെ ഇത്തരത്തിലുള്ള വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ശബരിമല വിധി വരുന്നതിന് മുമ്പ് തന്നെ CPMൻ്റെ ഇപ്പോഴത്തെ നിലപാട് അതിനകത്ത് ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ്. സെക്രട്ടറി ഉൾപ്പെടെ പോളിറ്റ് ബ്യൂറോ അംഗം ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ ആണെങ്കിൽ പോലും മുഖ്യമന്ത്രി അതിനകത്ത് കൃത്യമായ ഒരു നിലപാട് പറഞ്ഞു കണ്ടില്ല. ഒരുപക്ഷെ അത് അദ്ദേഹവും ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഇത് പറയേണ്ടി വരും. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുപക്ഷെ ശബരിമല വിഷയത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഭക്തരുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ഇരട്ടത്താപ്പ് എപ്പോഴും കാണേണ്ടതായിരുന്നു. ഇതിനകത്ത് ഹിന്ദുവിൻ്റെ വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ആചാരം വരുമ്പോൾ, അല്ലെ ഹിന്ദുവിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ വരുമ്പോൾ മാത്രം അത് ചർച്ച ചെയ്യപ്പെടുകയും നേരെ മറിച്ച് മുസ്ലിമിൻ്റെ ആയാലും മറ്റ് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ആയാലും അവരുടെ ആചാരങ്ങൾക്ക് ഇതുപോലെ ഭരണഘടനാപരമായിട്ട് തുല്യത വേണമെന്നോ അല്ലെങ്കിൽ അനാചാരങ്ങൾ എന്ന് നമ്മൾ കാണേണ്ട പല ആചാരങ്ങളുടെ കാര്യത്തിലും അഭിപ്രായം ചോദിച്ചാൽ പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, അല്ലെ അഭിപ്രായമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ അഭിപ്രായങ്ങളോട് ഇതുപോലെ പുറത്തു നിന്ന് പറയാൻ മടിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പം തന്നെ VD സതീശൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചാൽ VD സതീശൻ ഇപ്പം പറയുമോ ഈ സ്ത്രീകളെ അമ്പലത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് VD സതീശൻ്റെ നിലപാട് പറയണമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ അമ്പലത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി വിധി ഉണ്ടാവുകയും ഇതേ നിലപാടിൽ പള്ളിയിൽ അല്ലെങ്കിൽ മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം മതമേലധ്യക്ഷന്മാർ, മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഇയാളിപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായത്തിന് എതിരെ സംസാരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് തയ്യാറാവും, അല്ലെങ്കിൽ ഏറ്റവും അവസാനം BJP പോലും തയ്യാറാവത്തില്ല. അപ്പോൾ ആ ഒരു നിലപാട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി വിധി വരുമ്പോൾ അതിനകത്ത് ഓരോ പാർട്ടിയും അവരുടെ നിലപാടോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ ഒക്കെ പറയും. ഇതൊക്കെ പറയുമ്പോൾ ഏറ്റവും അവസാനം നിലപാടുകളും അല്ലെ ഭരണഘടനാ സന്തുലനാവസ്ഥയും അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നതും അത് ചർച്ച ചെയ്യാൻ സാധിക്കുന്നതും ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സമുദായം, അല്ലെങ്കിൽ ആർക്കും കുതിര കയറാൻ പറ്റുന്ന ഒരു സമുദായമായിട്ട് ഹിന്ദു സമുദായം മാറുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടെ പൊതുസമൂഹം ചർച്ച ചെയ്യണം. VD സതീശൻ ഇന്ന് ആർജവത്തോടു കൂടി ഈ പറയുന്ന CPM കൊടുത്ത സത്യവാൻ അല്ലെങ്കിൽ മൂലം തിരുത്തുമോ അല്ലെങ്കിൽ തിരുത്തി കൊടുക്കുമോ, ഞങ്ങളുടെ
പാർട്ടി അധികാരത്തിൽ വന്നാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ ആദ്യമേ ചെയ്യുന്ന കാര്യം അതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ വി.ഡി. സതീശനോട് ഒരു ചോദ്യം പൊതുസമൂഹം ചോദിച്ചാൽ പള്ളിയിൽ കയറുന്നതിനകത്ത് മുസ്ലിങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ പല കാര്യത്തിനകത്ത് മുസ്ലിം സമുദായങ്ങളുടെ തീരുമാനം, സ്ത്രീകളുടെ ചേലാകർമ്മത്തിനകത്ത് മുസ്ലിം അല്ലെങ്കിൽ സമുദായത്തിൻ്റെ തീരുമാനം, ഈ തീരുമാനത്തിനകത്തൊക്കെ പരസ്യമായിട്ട് അഭിപ്രായം പറയാൻ ഈ മതേതരവാദിയായിട്ടുള്ള കോൺഗ്രസ്സുകാരനോ ഈ വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ കെ.സി. വേണുഗോപാലിനോ അങ്ങേയറ്റം ഇരിക്കുന്ന സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ സാധിക്കുമോ എന്നുള്ള ഒരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ചുള്ള ഒരു നിർണായകമായ നീക്കം നടത്തുന്നു. ഇതിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാവുന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ M.V. ഗോവിന്ദൻ, മുൻപ് ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന A. വിജയരാഘവൻ, ഇരുവരോടും ഇതേ ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ്. ഭക്തർക്കൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവതികളെ ശബരിമലയിൽ കയറ്റണ്ട എന്ന അഭിപ്രായമുള്ള CPM അനുകൂലികളായ ഒരുപാട് ഭക്തരുണ്ട്. സ്ത്രീകൾ ശബരിമലയിൽ കയറണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ. അപ്പോൾ CPMന്റെ നിലപാട് എന്താ വ്യക്തമായിട്ട് അവർക്ക് പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇന്ന നിലപാടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മുമ്പെടുത്ത നിലപാട് തെറ്റിപ്പോയി എന്ന് പാർട്ടിക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും. ഇനി ഞങ്ങൾ ഈ നിലപാട് തന്നെയാണ് എടുക്കുന്നത്, അല്ലെ ശബരിമലയിൽ യുവതികളെ കയറ്റുമെന്ന് വീണ്ടും പറഞ്ഞാൽ കിട്ടാൻ പോകുന്ന തിരിച്ചടി എത്ര വലുതായിരിക്കുമെന്ന് CPMന് വലിയ നല്ല ധാരണയുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ജനങ്ങൾ വോട്ട് ചെയ്തതെന്നും ആ വോട്ട് ചെയ്തതിൽ CPMന്റെ ഈ നിലപാടിനെതിരെ UDFനെ പിന്തുണച്ചു. 19 സീറ്റിലാണ് UDFന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചത്. ഇനി മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് ഇതേ ശബരിമലയിലെ യുവതീ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPMന്റെ നേതൃത്വത്തിൽ LDF നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ സംഘടിപ്പിച്ച പരിപാടിയിൽ തട്ടമിട്ട പർദ്ദയിട്ട ഒരുപാട് സ്ത്രീകളും വന്ന് മനുഷ്യച്ചങ്ങലയിൽ കൈകോർത്തിരുന്നു. അവരുടെ ആവശ്യം എന്താ? ഹിന്ദുക്കളായ യുവതികളെ ശബരിമലയിൽ കയറ്റണം. ഇതാണ് ആവശ്യപ്പെടുന്ന ആരാ? പർദ്ദയിട്ട അല്ലെങ്കിൽ വലിയ മുഖം മുഴുവൻ മൂടിക്കൊണ്ട് അവിടെ വന്ന് ഇവർക്കൊപ്പം കൈകോർത്താണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവർക്ക് മുസ്ലിം പള്ളികളിൽ പോയി ആരാധന നടത്താൻ കഴിയുമോ? ഇവരുടെ സ്വന്തം വാപ്പയോ സഹോദരനോ മകനോ മരിച്ചാൽ ആ കബറിടത്തിൽ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. ഇവർക്ക് ആ പള്ളികളിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല, ഇവരുടെ കബറിടത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഒരു പ്രധാന ആഘോഷ ദിവസമോ പ്രധാനപ്പെട്ട ഇപ്പം മരണപ്പെട്ടതിൻ്റെ വാർഷിക ദിനങ്ങളിലോ ഒന്നും തന്നെ ഈ കബറിടത്തിൽ പോയി സന്ദർശിക്കാൻ ഇവർക്ക് കഴിയില്ല. അത്തരം കൃത്യമായ നിയമങ്ങളിൽ ഉഴലുന്ന മുസ്ലിം സ്ത്രീകളെ പോലും ഈ ഹിന്ദു സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിൽ പങ്കെടുപ്പിച്ചു. അത് തെറ്റായിപ്പോയെന്ന് CPMനും അവരെ പങ്കെടുപ്പിച്ച ആളുകൾക്കൊക്കെ പറയേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരു കുളം കലക്കി മീൻപിടുത്തം നടത്താനായിട്ട് ശ്രമിച്ചു. ഇതിനെല്ലാം മറുപടി പറയേണ്ട ബാധ്യത ഇടതുപക്ഷത്തിലെ ഒരുപാട് നേതാക്കൾക്കുണ്ടാവും. അവരെന്ത് ചെയ്യും? ഇനി V.D. സതീശൻ പറയുന്നു ഞങ്ങളല്ല ഇതിനകത്ത് ഈ നിലപാട് സ്വീകരിച്ചേ, ഞങ്ങൾ യുവതീ പ്രവേശനത്തിനെതിരാ. ആർജവത്തോട് അവർ നിലപാട് കൈക്കൊണ്ടില്ല. അന്ന് പിന്നെ കുറച്ച് ഹിന്ദു സംഘടനകൾ NSS, SNDP, പിന്നെ BJPയിലെ ഒരു വിഭാഗം എന്നിങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. BJP പൂർണ്ണമായിട്ടും ആ സമരം ഏറ്റെടുത്തു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും നിലപാട് ശക്തമായി തുറന്നു പറയാൻ കേരളത്തിലെ എത്ര രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും? സംശയമല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്തൊരു കാര്യമുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിലപാടെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വിവേചനം പാടില്ല എന്നുള്ളത്, ഹിന്ദുക്കളുടെ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ എല്ലാവരുടെയും. പക്ഷേ അവരത് വളരെ സമ്മർദ്ദത്തോടു കൂടി വന്നത് ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം അവിടെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളവർ എപ്പോഴും തങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുന്ന ഉള്ള ഒരു ഉറച്ച ബോധ്യം. മറ്റതിൽ വല്ലതും ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ കൂട്ടത്തോടെ N മാസമായിട്ട് N ബ്ലോക്കായിട്ട് വോട്ട് ചെയ്ത് തോൽപ്പിച്ച് കളയും. കാരണം അതിലെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ഭരണം മാറ്റാൻ ശക്തിയുള്ള ഒരു മാസ് ബേസാണത് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അത് രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സാണ്, അതിൻ്റെ അരിത്മെറ്റിക്സുമാണ്. നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം, NSS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള G. സുകുമാരൻ നായർ എന്തിനാണ് തൻ്റെ പ്രതിനിധിയായിട്ടുള്ള സംഗീത് കുമാറിനെ ശബരിമലയിലെ ഈ ആഗോള സംഗമത്തിലേക്ക് അയച്ചത്? മുഖ്യമന്ത്രി ഒരു വാക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. എന്ത്? യുവതീ പ്രവേശനത്തിന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം. ആ വാക്ക് കേട്ടുകൊണ്ടാണ് അയച്ചത്. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ പാർട്ടിയുടെ ആദർശങ്ങളെ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് പിണറായി വിജയൻ എടുക്കുമോ? പോളിറ്റ് ബ്യൂറോയിലെ MA ബേബി സമ്മതിക്കുമോ? ഇത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ചർച്ച ചെയ്യും. തൽക്കാലം ഇപ്പോൾ കേസ് അങ്ങോട്ട് പോയിട്ട് ഇപ്പോഴേ നമ്മുടെ നിലപാടൊന്നും പറയണ്ട എന്നുള്ളൊരു ടാക്റ്റിക്കാണ് അല്ലെങ്കിൽ ഒരു നയതന്ത്രമാണ് പാർട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ നയതന്ത്രം എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും ഇവർക്ക്? അല്ല, കൊണ്ടുപോയൊക്കത്തുള്ളൂ. 2 മാസം ഇപ്പോഴല്ല, ഇതിന് ശേഷം കൊണ്ടുപോയൊക്കത്തുള്ളൂ. കാരണം ഈ നിലപാട് ഇവർ ഇപ്പോഴല്ലല്ലോ, ഇത് സുപ്രീം കോടതി വിധി നോക്കിയിരിക്കുന്നതിന് മുമ്പേ CPMന്റെ നിലപാട് ഇനിയും ശബരിമല വിഷയത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് വേണ്ടാന്ന് തന്നെയാണ്. ആ നിലപാട് പാർട്ടിയുടെ കൈവള്ളു. ഞാൻ ചോദിച്ചിട്ട് ഇവർക്ക് നയപരമായിട്ടൊന്ന് നിലപാടെടുക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ? ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഇന്ത്യയിലുടനീളമുണ്ട്. ഇവരെല്ലാം കൂടെ BJP എതിർക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. അല്ലെങ്കിൽ ആ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആൾക്കാർ തന്നെയല്ലേ ഇവിടുത്തെ കോൺഗ്രസും
ഇവിടുത്തെ CPM ഇവർ രണ്ടുകൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് നിലനിൽപ്പിന് വേണ്ടി അവർ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് സ്റ്റേറ്റിൽ തോളെ കൈക്കൊണ്ട് നടക്കുന്നു. ഈ അടുത്ത തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്നിട്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ പടം വെച്ചിട്ട് വോട്ട് പിടിക്കുന്നു. അപ്പോൾ ആ നിലപാടിനകത്തൊന്നും നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അത്രയ്ക്ക് ദൃഢമായ നിലപാടും നട്ടല്ലും ഒന്നും ഉള്ള പാർട്ടിയും സംവിധാനങ്ങളും ഒന്നും കോൺഗ്രസിനകത്തും ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തും ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ഒരഭിപ്രായം ആരുടേതുണ്ട്, അവരഭിപ്രായം എന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു. പിന്നെ ഇവിടെ വന്നപ്പോൾ നയപരമായിട്ടുള്ള തീരുമാനം BJP എടുത്തോളം പറഞ്ഞു. RSSന്റെ തീരുമാനം സ്ത്രീകൾക്ക് എല്ലായിടത്തും തുല്യമായിട്ടുള്ള പരിഗണന കൊടുക്കണമെന്ന് തന്നെ. അതിനകത്ത് അന്നും ഇന്നും അവിടെ ചോദിച്ചാൽ അത് തന്നെ പറയും. ഇവിടുത്തെ കാര്യത്തിനകത്ത് ഇവിടുത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവിടുത്തെ വോട്ട് അത് കിട്ടുന്ന ആരാന്ന് പറഞ്ഞാൽ അവരതനുസരിച്ചുള്ള തീരുമാനം എടുത്തോളാൻ പറഞ്ഞു. അതിനകത്ത് RSS സമരത്തിൽ പങ്കെടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ RSS പ്രത്യക്ഷത്തിൽ ഇടപെടുന്നതായിട്ടോ എങ്ങും കണ്ടുമില്ല. അവരതിനകത്ത് ഇടപെടുന്ന ഒരവസ്ഥയുമില്ല. അത് RSSന്റെ തീരുമാനമാണ്, അവർക്കുടെ നിലപാടാണ്. അതിനകത്ത് ആ നിലപാടും ആ തീരുമാനവും ഒക്കെ അവരെ എല്ലാ കാര്യത്തിലും അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. കാലം അവരുടെ തീരുമാനം ശരിയെന്ന് വെക്കുന്നിടം വരെ അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം CPMന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴേ ഞാൻ ഉത്തരം തരാം. CPMന്റെ നിലപാട് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കേണ്ട എന്ന് തന്നെയാണ്. ഇന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആ തീരുമാനമേ കേരളത്തിലെ CPMന് ഇപ്പോൾ എടുക്കാൻ നിവൃത്തിയുള്ളൂ. കാരണം ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് താല്പര്യമില്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ഭക്തരുടെ പാർട്ടിയായിട്ട് നമ്മളിപ്പം നോക്കുമ്പോൾ, അവരുടെ വോട്ട് കിട്ടുന്ന പാർട്ടിയായിട്ട് ഇപ്പം നോക്കുമ്പോൾ അത് CPM തന്നെയാണ്. അതിനകത്ത് വിള്ളലുണ്ടാക്കാൻ വേണ്ടിയാണ് VD സതീശൻ പറയുന്നത് നിങ്ങൾ കൊടുത്ത സത്യവാങ്മൂലം. ഏത് സത്യവാങ്മൂലം എവിടെ ഇരുന്നാലും ഇവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സുപ്രീം കോടതി പറയുകയാണ് നാളെ കാലത്ത് VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരികയാണ്. ഒരു പെണ്ണുമുള്ള എന്ന് അവിടെ നിൽക്കുക, എനിക്ക് കയറണം. VD സതീശൻ കയറ്റത്തില്ലേ? VD സതീശൻ DGP പറഞ്ഞു വിട്ടിട്ട് കയറ്റും, അല്ലെങ്കിൽ VD സതീശൻ പിറ്റേന്ന് രാജിവെക്കേണ്ടി വരും. സുപ്രീം കോടതി ലംഘനം. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനകത്ത് അങ്ങനത്തെ തീരുമാനമൊന്നും എടുക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ തീരുമാനം ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഈ തീരുമാനം എടുത്താൽ മാത്രമേ CPMന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അതായത് സുപ്രീം കോടതി വിധി ശബരിമലയിൽ വീണ്ടും സ്ത്രീകളെ പ്രവേശിപ്പിക്കണം ആയാൽ അങ്ങനെ ആവാനുള്ള സാധ്യതയുള്ളൂ. കാരണം ഭരണഘടനാപരമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ ബെഞ്ചായിരിക്കുമല്ലോ, ഫുൾ ബെഞ്ചായിരിക്കുമോ തീരുമാനിക്കും. അവർക്ക് ഇതിനകത്ത് തുല്യത എന്നുള്ളൊരു വിഷയം ഭരണഘടനയ്ക്കകത്തുണ്ടല്ലോ. ആ വിഷയത്തിനനുസരിച്ചല്ലേ തീരുമാനം എടുക്കാനൊക്കെ. നമ്മൾ പ്രതീക്ഷിക്കുന്ന തീരുമാനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ അധികാരം എല്ലായിടത്തും കൊടുക്കണമെന്നുള്ളപ്പോൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിനകത്ത് ശബരിമലയുടെ വിഷയത്തിൽ മറിച്ചൊരു തീരുമാനം എടുക്കാൻ ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള ഭരണഘടനയുള്ള ഒരു സ്ഥലത്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ശരിക്കും ഒരു സംശയമുള്ള ഇത്രയേ ഉള്ളൂ. ഈ CPM ഇപ്പോൾ യുവതികളെ പ്രവേശിക്കുന്നതിന് അനുകൂലമല്ല എന്ന് നിലപാടെടുത്തുള്ള പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ അത് ഈ എതിർപക്ഷികൾ ഇപ്പം BJP ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ ഒരു പ്രചരണായുധമായിട്ട് എടുക്കും. കാരണം ഇതേ CPM തന്നെയാണ് യുവതിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരാനായിട്ട് പിന്തുണ നൽകിയത്. അവർക്ക് അതിൻ്റെ വലിയൊരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന MV ഗോവിന്ദനായിക്കോട്ടെ വിജയരാഘവൻ ആയിക്കോട്ടെ ഇവരെല്ലാം തന്നെ ഒന്ന് ഒളിച്ചു കളിക്കുക. കാരണം നാളെ ഒറ്റ ദിവസം കൊണ്ട് ഇത് സംബന്ധിച്ച് വിധി വരില്ല. സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം. സർക്കാർ എന്ത് നിലപാട് വ്യക്തമാക്കിയാലും അത് തിരിച്ചടിയാകും. കാരണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇലക്ഷന് തിരിച്ചടിയുണ്ട്. ഇനി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അന്ന് ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കേണ്ടി വരും. ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് അതിനേക്കാൾ നല്ലത് ഒന്ന് ഉരുണ്ട് കളിച്ച് മുന്നോട്ട് പോകുന്ന. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പള്ളികളിൽ മുസ്ലിം സ്ത്രീകളെ കയറ്റുന്നത് സംബന്ധിച്ച് എന്ത് നിലപാട് CPM സ്വീകരിക്കും? ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി CPM കഴിഞ്ഞ തവണ പരമാവധി കളിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി കിട്ടി. അതോടെയാണ് മുസ്ലിങ്ങളെ കൈവിട്ടത്. അങ്ങനെ കൈവിട്ട CPM ഇനിയും പറയാൻ ധൈര്യമാകുമോ? പള്ളികളിൽ മുസ്ലിങ്ങളെ കയറ്റണം, മുസ്ലിം സ്ത്രീകളെ കയറ്റണം, അവിടെ മരണാനന്തര ചടങ്ങോ മറ്റോ നടന്നാൽ അവിടേക്ക് അകത്ത് കയറാനുള്ള പെർമിഷൻ സ്ത്രീകൾക്ക് കൊടുക്കണം, എല്ലാ പള്ളികളിലും ആരാധന നടത്താൻ അവർക്ക് അവകാശമുണ്ട്. സമ്മതിക്കുമോ? ഇതൊന്നും പറ്റില്ല. ക്രൈസ്തവരുടെ നിലപാടുകൾക്കെതിരെയും CPM ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ പള്ളിയിൽ ഇടയലേഖനം വായിച്ചോ അല്ലെങ്കിൽ അവർ ഒന്നിച്ചുകൂടി അവരുടെ ബിഷപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂട്ടമായിട്ട് ഇടതുപക്ഷത്തിന് എതിരായിട്ട് വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയുന്ന ഹൈന്ദവ സമുദായം മാത്രമേ ഉള്ളൂ. ഹൈന്ദവ സമുദായത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ ഒരുമിച്ച് തിരിച്ചു വോട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ മുസ്ലിം സമുദായത്തിനും ക്രൈസ്തവ സമുദായത്തിനും അങ്ങനെ ഒരു വോട്ട് ബാങ്ക് കപ്പാസിറ്റി ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളേക്കില്ല എന്നുള്ളതാണ്. അതിനൊരു വ്യത്യാസം കൂടെ ഉണ്ട്. ഈ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഇവർ ഒറ്റ അമ്പലത്തിനെതിരെ മാത്രമാണ്, അല്ല എല്ലാ അമ്പലങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. പിന്നെ വേറൊരു കാര്യം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വലിയ പ്രശ്നമുള്ളത് VS അച്യുതാനന്ദൻ നേരത്തെ കൊടുത്ത സത്യവാങ്മൂലം. ആ സത്യവാങ്മൂലത്തിന് വിപരീതമായിട്ടൊരു സത്യവാങ്മൂലം കൊടുക്കാൻ പറ്റും. കോടതി തീർച്ചയായിട്ടും ഇത് സത്യവാങ്മൂലമായിട്ട് തരാൻ പറയും.
അങ്ങനെ വരുമ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ളതാകുമ്പോഴും പരിഹാസ്യമായി തീരുന്നത് CPM ആണ്. അങ്ങനെ ഈ പറഞ്ഞതുപോലൊരു വലിയൊരു അക്കാര്യത്തിൽ ഒരു പ്രതിസന്ധി CPMന് തൽക്കാലം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.